സാബു ജേക്കബിന്റെ 2020 പാർട്ടിയിൽ നിന്നും അഖിൽ മാരാർ പുറത്തേക്ക്. ഇന്ന് പത്രസമ്മേളനം വിളിച്ചായിരുന്നു അഖിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. ആ കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അഖിൽ മാരാർ മത്സരിച്ചപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കാക്കരയിലായിരുന്നു അഖിൽ മാരാർ മത്സരിച്ചത്. ഉമാ തോമസ് ആയിരുന്നു കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഉമാ തോമസ് ആണ് അവിടെ ജയിച്ചത് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അഖിൽ മാരാർ ഇപ്പോൾ വന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം, NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ശേഷം വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ആദ്യത്തെ നഷ്ടം എന്ന് പറയുന്നത് 70,000 ഫോളോവേഴ്സ് കൊഴിഞ്ഞുപോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, 20 ലക്ഷം രൂപയ്ക്ക് എടുത്ത ഒരു BMW ബൈക്ക് വിറ്റത് 10 ലക്ഷം രൂപയ്ക്കാണ്. ആ വിൽക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രചരണമായി പോസ്റ്റർ അടിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിനൊന്നും പൈസ തികയാതെ വരികയും അല്ലെങ്കിൽ പാർട്ടി നൽകാതെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ആ ചെലവായ പൈസ മാത്രമേ സാബു ജേക്കബ് കൊടുത്തിട്ടുള്ളൂ. വേറെ 1 രൂപ പോലും അഖിൽ മാരാർക്ക് കൂടുതലായി സാബു ജേക്കബ് കൊടുത്തില്ല. മാത്രവുമല്ല, BJPയിൽ നിന്ന് 40 കോടിയോളം രൂപ സാബു ജേക്കബിന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അഖിൽ മാരാറിന് കൊടുത്തിട്ടില്ല എന്നുള്ള വലിയ സങ്കടവും അഖിൽ മാരാർ ഈ പറയുന്നതോടൊപ്പം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി യാതൊരുവിധ നിലപാടുകളും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു മനുഷ്യനാണ് എന്നുള്ളത് പിഷാരടി ഇലക്ഷന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമാവുകയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തോടു കൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഖിൽ മാരാർ മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചതാണ് അദ്ദേഹത്തിന്റെ വാർഡിൽ. പിന്നീട് RSSകാരനായി, പിന്നീട് വീണ്ടും കോൺഗ്രസ്സുകാരനായി, പിന്നെ വീണ്ടും ഇതപ്പോ NDAയുടെ ഭാഗമാവുന്നു. NDA എന്ന് പറയുന്നത് RSS അല്ല, BJP അല്ല എന്നാണ് അഖിൽ മാരാറുടെ പക്ഷം. പക്ഷേ പലപ്പോഴും അഖിൽ മാരാർ സംസാരിക്കുന്നതൊക്കെ ഒരു RSSകാരനായിട്ടും BJPക്കാരനായിട്ടും തന്നെയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ അഖിൽ മാരാർ വളരെ ഒരു ചാണക്യ തന്ത്രം പയറ്റുന്ന പോലെ ഒരു ജാതീയമായിട്ടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഞാനൊരു സവർണ ഹിന്ദുവാണ് എന്നുള്ള ഉള്ളിൽ സ്വയം തോന്നലും ഒരു ചെറിയ അഹങ്കാരവും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്നുള്ളത് വളരെ പ്രകടമാണ്. അതിന്റെ ബേസിലാണ് രമേശ് ചെന്നിത്തല കാണാൻ പോയതും VD സതീശനെ കാണാൻ പോയതും. അങ്ങനെ എങ്ങനെയെങ്കിലും ആ റൂട്ട് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ ഒരു സീറ്റ് തനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമൊക്കെ അഖിൽ മാരാർ നടത്തി. എന്നാൽ രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ സമത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളും എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായതുകൊണ്ട് അഖിൽ മാരാരുടെ ആ പരിപ്പ് ഇവരെടുത്ത് വെന്തില്ല എന്നുള്ളതാണ്. അതിനു മുമ്പ് തൃശ്ശൂര് TN പ്രതാപനും സുരേഷ് ഗോപിയും ഒക്കെ മത്സരിക്കുന്ന സമയത്താണ് TN പ്രതാപൻ പിന്മാറിയിട്ട് K മുരളീധരൻ തൃശ്ശൂര് മത്സരിക്കാൻ എത്തുന്നത്. അപ്പോൾ K മുരളീധരനെ തോൽപ്പിച്ചത് TN പ്രതാപനാണ് എന്ന് കോൺഗ്രസിലെ കുറെ പ്രവർത്തകര് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നാൽ അഖിൽ മാരാർ ആ സമയത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തില്ല, മുരളീധരനെ സപ്പോർട്ട് ചെയ്തില്ല, TN പ്രതാപനെ സപ്പോർട്ട് ചെയ്തില്ല. അദ്ദേഹം നേരെ ചെയ്തത് സുരേഷ് ഗോപി നിർബന്ധമായും തൃശ്ശൂർ ജയിക്കണം എന്നായിരുന്നു. ആ സമയത്ത് അഖിൽ മാരാറിന് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു വലിയ രീതിയിൽ ആ സമയത്തുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസ് ഒക്കെ വിജയിച്ചു വന്ന ടൈമായിരുന്നു. അന്ന് തൻ്റെ പാർട്ടിയായ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാതെ നേരെ BJPയെ സപ്പോർട്ട് ചെയ്യുകയാണ് അഖിൽ മാരാർ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയെയും ഈ പറയുന്ന VD സതീശിനെയും ഒക്കെ കാണാൻ പോയത്. ഇതെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? ഈ ഒരു അഖിൽ മാരാറുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് എന്തിനാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതത്തിന് അഖിൽ മാരാറിനെ തോന്നിപ്പിച്ചത് VD സതീശന്റെ ഈ 2.5 മാസത്തെ ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം എല്ലാ രീതിയിലും ജനകീയമായ മുഖ്യമന്ത്രിയായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മാറിക്കഴിഞ്ഞു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന രീതിയിൽ തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് ഓരോ ബാഡ്ജ് നൽകുന്നു. ലാലേട്ടനടക്കം ഉൾപ്പെടെ എല്ലാവർക്കും ബാഡ്ജ് നൽകുന്നു. അവരിതിന്റെ ഭാഗമാവുന്നു. അതൊക്കെ കാണുമ്പോൾ അഖിൽ മാരാർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുകയും യാതൊരുവിധ രീതിയിലും കോൺഗ്രസുമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലും പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യനായിട്ട് അഖിൽ മാരാർ മാറി. ഇനി അഖിൽ മാരാർ ചെയ്യാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോട് ചേർന്ന് നിൽക്കുക, കോൺഗ്രസ് പ്രവർത്തനങ്ങളുമായിട്ടും ആശയങ്ങളുമായിട്ടും മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതി ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് സമയത്തും മറുകണ്ഠം ചാടുന്ന അഖിൽ മാരാറിനെ നമ്പരുത് എന്നുള്ളത്. അത് കോൺഗ്രസിന് വലിയ രീതിയിൽ
ഗുണം ചെയ്യും. കാരണം 10 വർഷമായി വളരെയധികം ശോചനീയമായ രീതിയിൽ കിടന്നിരുന്ന കോൺഗ്രസിനെ കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടി പിണറായി വിജയനെ 4 തെറി പറയുക എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാത്ത വ്യക്തിയാണ് അഖിൽ മാരാർ. അതാണ് താൻ കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. സത്യത്തിൽ കോൺഗ്രസ് നിലവിലെ മുഖ്യമന്ത്രിയെ ഇതുപോലെ അധിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമല്ല, പാവപ്പെട്ട ആളുകളെ കൈപ്പിടിച്ച് ഉയർത്തേണ്ട ഒരു ചുമതല, അല്ലെങ്കിൽ അതുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യേണ്ട വലിയൊരു ചുമതല ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂടാൻ വേണ്ടി പിണറായി വിജയനെ 4 തെറി പറഞ്ഞു ഇത് ഞാൻ കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് അവകാശപ്പെടുന്ന അഖിൽ മാരാർ ഇനി കോൺഗ്രസിലേക്ക് വരുന്ന കാര്യങ്ങൾ പ്രവർത്തകരും നേതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി അഖിൽ മാരാർക്ക് രക്ഷ BJP എന്ന് പറയുന്ന സംഭവം മാത്രമാണ്. RSSകാരനായി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ 70,000 ഫോളോവേഴ്സേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി അതിൽ കൂടുതലും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തിൽ അഖിൽ മാരാർക്ക് 1 രൂപ പോലും സാബു ജേക്കബ് കൊടുത്തില്ല. BJP സാബു ജേക്കബിന് 40 കോടി രൂപയാണ് കൊടുത്തത്. അതിൽ നിന്ന് ഒരു 4 ലക്ഷം പോലും 40,000 രൂപ പോലും അഖിൽ മാരാറിന് സാബു ജേക്കബ് കൊടുത്തില്ല എന്നൊരു വലിയ സങ്കടവും അഖിൽ മാരാർ ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ഈ സാബു ജേക്കബിനെ ഇലക്ഷന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശ്രീ VD സതീശൻ ഫോണിൽ വിളിക്കുകയും ആ ഫോൺ കോൾ വലിയ വിവാദമായി ചാനലുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അത് സ്വാഭാവികമാണ്. ഒരു വലിയ പാർട്ടി ഒരു ചെറിയ പാർട്ടിയോട് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് അന്ന് VD സതീശൻ പറഞ്ഞത്. അതിന് തയ്യാറാവാത്ത സാബു ജേക്കബിന്റെ കൂടെയാണ് ഈ പറയുന്ന അഖിൽ മാരാർ നിന്നത്. കോൺഗ്രസിനെ ഏത് രീതിയിലും തോൽപ്പിക്കണം എന്നുള്ള മനോഭാവത്തിലാണ് നിന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു വിഷം തുപ്പുന്ന രീതിയിൽ പറയുക എന്നുള്ളതല്ല. കാരണം ഇത് ശ്രദ്ധിക്കണം. കോൺഗ്രസിന് എപ്പോഴും എല്ലാവരെയും സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എവിടെയും ഉറച്ചു നിൽക്കാത്ത ആളുകളെ ഇനിയെങ്കിലും സ്വീകരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുകയാണ്. അഖിൽ മാരാർ വന്ന് പറഞ്ഞ എല്ലാ സങ്കടങ്ങളും ഒരു സാധാരണ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അഖിൽ മാരാർ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളതൊക്കെ അഖിൽ മാരാരുടെ ഇഷ്ടമാണ്. ഏതായാലും ഒരു നിലപാടുണ്ടാവുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. തനിക്ക് കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഇതുപോലെ വന്നിരുന്ന് കരയുന്നതല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ ക്ഷമയും കാത്തിരിപ്പും ത്യാഗവും ഒക്കെയാണ്. അങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ളൂ. അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് കുറച്ച് ആളെ കൂട്ടി നാളെ ഇതുപോലെ ഫോളോവേഴ്സ് കുറയുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാതെ വളരെ പക്വമായി വളരെയധികം ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ശ്രീ അഖിൽ മാരാറിന് കഴിയട്ടെ. അത് BJPയിലാണെങ്കിലോ RSSലാണെങ്കിലോ എവിടെയാണെങ്കിലോ നിൽക്കുന്ന സ്ഥലത്ത് ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ നിലപാടുകൾ ജനത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അഖിൽ മാരാർക്ക് കഴിയട്ടെ. കോൺഗ്രസിലേക്ക് ദയവ് ചെയ്ത് വരരുത് എന്ന് മാത്രം പറയുന്നു. കോൺഗ്രസ്സുകാർ അഖിൽ മാരാറിനെ അംഗീകരിച്ചാൽ അത് വലിയ കുറ്റമാവും സാധാരണ പ്രവർത്തകരോട് ചെയ്യുന്നത് എന്നുകൂടെ നേതാക്കൾ ആലോചിക്കണം എന്ന് മാത്രം പറയുന്നു. അഖിൽ മാരാരുടെ രാഷ്ട്രീയ ജീവിതം ഇനി ഏത് രീതിയിലാണ് എന്ന് തീരുമാനിക്കേണ്ടത് അഖിൽ മാരാറാണ്. ഏതായാലും അതൊരു നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.